ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ ഒരു എൻ്റെ സ്കിൻ കെയർ ഐറ്റംസിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. റീസെൻ്റ്ലി ഞാനൊരു സ്കിൻ കെയർ ഓർഗനൈസേഷൻ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അല്ലാണ്ടും എനിക്ക് ഡി എമ്മിലും അല്ലാണ്ടും കമൻറ്റ് കുറയുന്നില്ലെങ്കിലും കമൻറ്റിലും വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് ആക്ച്വലി ഈ ഒരു ബോക്സ് സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിലുള്ളതൊന്നും ഇതിലുള്ള 2-3 സാധനങ്ങളെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണത് എന്നുള്ളതും പിന്നെ ഇതിൽ എന്തൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ മെയിൻലി ഞാൻ ഫേസ് വാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി ഫേസ് വാഷ് ഇങ്ങനെ മാറി യൂസ് ചെയ്യുന്ന ആളാണ്. മുന്നേ ഞാൻ മറ്റേ മാമാർത്തിൻ്റെ റൈസ് വാട്ടർ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ഡോക്കിൻ്റെ ഒരു ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേരെനിക്ക് ഓർമ്മയില്ല. അത് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനത് ഇങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോൺസിൻ്റെ വൈറ്റനിങ് ക്രീം എന്നിട്ട് അത് വൈറ്റനിങ് ഫേസ് വാഷ് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത്രത്തോളം റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് അതിൻ്റെ ഒരു എനിക്കറിയില്ലല്ലോ, ഒരു ഇരിപ്പ് വാഷ് അറിയാത്തതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. സോ റൈറ്റ് നൗ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ്. ഇത് ആക്ച്വലി തീരാനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഗാർണിയറിൻ്റെ ബ്രൈറ്റനിങ് ഡ്യൂ ആക്ഷൻ ഫേസ് വാഷാണ് ഇത്. ഡാർക്ക് സ്പോട്ട്സും പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ടു ബി ഫ്രാങ്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനിതിൻ്റെ ഈ ഗാർണിയറിൻ്റെ സിറം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും എനിക്ക് വലിയൊരു കുഴപ്പമില്ല. അതിപ്പോഴും എൻ്റെ അടുത്ത് ബോട്ടിലുണ്ട്. ഞാൻ ബോട്ടിൽ എപ്പോഴും ഒഴിവാക്കിയില്ല കേട്ടോ ഈ സിറത്തിൻ്റെ. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, അതെന്തിനാന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷിന് ശേഷം ആ സിറം യൂസ് ചെയ്യുവാനും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്കത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും അതുപോലെ എനിക്ക് നല്ല ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കാണാൻ ചാൻസില്ല. ഓക്കെ, കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഡെലിവറി സമയത്ത് വന്നതാണ് കേട്ടോ. അതിന് മുന്നേ എൻ്റെ മുഖം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഡെലിവറി ആയപ്പോൾ പിന്നെയും വന്നു. അപ്പോൾ യെസ്, നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ, ഈ ഡാർക്ക് സ്പോട്ട്സൊക്കെ എനിക്ക് കുറേ കവർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സാധനമാണ് അത്. ഓക്കെ, ആൻഡ് പിന്നെ വന്നിട്ട് അപ്പോൾ ഫേസ് വാഷ് അങ്ങനെ കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം, ഞാനിപ്പോൾ മോയ്സ്ചറൈസറായിട്ടും സിറമായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ വാസ്ലൈൻ്റെ സാധനം കേട്ടോ. ഈ വാസ്ലൈൻ്റെ ഗ്ലൂട്ടാഹയ ഡിവി റേഡിയൻസ് സിറമിൽ ലോഷൻ. ഇത് ഒരു ഗെയിം ചേഞ്ചറാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ബിക്കോസ് എനിക്കിത് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ യെല്ലോ ടൈപ്പ് സാധനമല്ല അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ യെല്ലോനെക്കാട്ടും എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതിൻ്റെ സ്മെല്ലും അടിപൊളി സ്മെല്ലാട്ടോ. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്രേഗ്രൻസ്. നമുക്ക് നല്ല രീതിയിൽ ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല് കേട്ടോ. ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, 200 സംതിങ് ആയിട്ട്. ഇത് ആമസോണിലും നൈക്കയിലും ഒക്കെ ഉണ്ട്. 200 സംതിങ്ങാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇതിലുള്ള MRP 325 ആണ്, പക്ഷേ ഇത് 200 സംതിങ്ങിനായിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതൊരു അടിപൊളി സാധനമാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് വാങ്ങിയിട്ട് 2 മാസത്തിനടുത്തായി. ഇത് ആക്ച്വലി ഇത്ര വരെ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഇതാ ഇത്രയും ബാക്കി കിടക്കുകയാണ്. അത്രയും നല്ല സാധനമാണ്. ആൻഡ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, 10 more പവർഫുള്ളാണ്. നമുക്ക് വിറ്റാമിൻ സി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സിറം ലോഷൻ എല്ലാം ഞാൻ ഇതന്നെയാണ് എൻ്റെ ഫേസിലും അതുപോലെ കയ്യിലും എല്ലായിടത്തും ഞാൻ കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വയനാടായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തണുപ്പാണ്. അപ്പം ഞാൻ കാലൊക്കെ തണുപ്പം നമ്മൾ കൈ കാലൊക്കെ ഒന്നിങ്ങനെ ഇതാവുമല്ലോ, സ്ട്രെച്ച് ആവുമല്ലോ. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യൽ. അടിപൊളിയാണ് ഗൈസ്, ട്രസ്റ്റ് മീ, ഇത് അടിപൊളിയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. പിന്നെ വന്നിട്ട് സൺസ്ക്രീന് ഞാൻ ആക്ച്വലി
രണ്ട് ഡോക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീന്, സൺ പ്രൊട്ടക്ഷൻ ജെല്ല്, അത് SPF 30 PA+++ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് വലിയൊരു കുഴപ്പമില്ല. ഇത് ആക്ച്വലി നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഇത് ഇടുമ്പോൾ എന്താണെന്ന് അറിയില്ല, ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വൈറ്റ് കാസ്റ്റ് വരുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ല മാത്രമല്ല, ഇതിങ്ങനെ അബ്സോർബ് ആവാനും കുറേ ടൈം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അബ്സോർബ് ആവാനും കുറച്ച് ടൈം എടുക്കുന്ന പോലെ എനിക്ക് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓയിലി ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് എൻ്റെ സ്കിന്ന് ഒരു ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്, ഡ്രൈ സ്കിന്നല്ല, കുറച്ച് ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഡ്രൈ സ്കിന്നുകാർക്ക് എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയായിരിക്കും. ഒരു ഓയിലി ടച്ചിൽ വന്ന് നിൽക്കുന്നൊരു സാധനമാണിത്. ഇതിൽ നോർമൽ ടു ഡ്രൈ സ്കിന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് കാണാനും നല്ല ലുക്കുണ്ട്, വലിയ സീനും ഇല്ല കേട്ടോ. ഇത് മൂഡി എന്നിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ വിറ്റാമിൻ C ഹൈഡ്രേറ്റിംഗ് ഫ്ലൂയിഡ് സൺസ്ക്രീനാണ്. SPF 50 PA+++ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ്. ഇതൊരു പാക്കേജിങ് അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മെല്ലുമാണ്. ഇത് എനിക്ക് വലിയ ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ വരാൻ കുറച്ച് പണിയാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതുപോലെ നിൽക്കില്ല, ഇതിങ്ങനെ വേഗം നമ്മളൊരു നോർമൽ ഇതുപോലെ വേഗം അങ്ങ് പോകും, വേഗം അബ്സോർബായിട്ട് നമ്മളെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ എനിക്ക് തോന്നലുണ്ട്. പിന്നെ ആ ഒരു ഓയിലി ആക്കുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഓയിലി ഇല്ല, പക്ഷെ നല്ലൊരു സുഖമുണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് മൈലാഞ്ചിയുടെ പാടുകളാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതെനിക്ക് ഒന്നുകൂടെ ഫേവറബിളാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ്. പക്ഷേ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ സൺസ്ക്രീനും സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല കേട്ടോ. അതിൻ്റേതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാം. എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഞാനിത് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം സൺസ്ക്രീൻസ് യൂസ് ചെയ്യില്ല. പിന്നെ നല്ല ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇൻഷാല്ലാ ഇനി തൊട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സൺസ്ക്രീൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തതിന് 2 സിറംസാണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത് രണ്ടും എടുത്ത് വെച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്നൊരു പ്ലമ്മിൻ്റെ ഒരു നയാസിൻമൈഡിൻ്റെ സിറം, ഒന്ന് ഈ ഗാർണിയറിൻ്റെയും. ഈ പ്ലമ്മിൻ്റെ ഇത് റൈസ് വാട്ടർ നയാസിൻമൈഡാണ് കേട്ടോ. ഇതെനിക്ക് വലിയൊരു ഇഷ്ടമായിക്കില്ല കേട്ടോ, എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ സ്മെല്ലും ഒരു വലിയൊരു സുഖമല്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, വേഗം തീർന്നു പോയി കേട്ടോ. ആണ് ഞാൻ ബോട്ടിലൊരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് ഗൈസ്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഇതിൽ രണ്ടിലും കമ്പാരിറ്റീവ്ലി എൻ്റെ പൊന്നെ അതിനങ്ങ് മനസ്സിലായില്ലേ. ഈ സാധനം അടിപൊളിയാണ്, നമ്മുടെ ഫേസ് ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റൺ ആക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ പിന്നെ ഇതിന് മുന്നേ ഞാൻ ഈ ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ട്. ഡ്രൈവിങ് ഓടിക്കാൻ പോയ സമയത്ത് എനിക്ക് ഈ വെയിൽ കൊണ്ടിട്ട് നല്ലോണം മുഖം കറുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് എന്നെ കാണുന്നതിൽ എന്ന് തോന്നുമായിരുന്നു, അമ്മ അതിന് കറുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെയിലുണ്ട് ആകെ ഡള്ളടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ 2-3 ഇതേപോലത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗാർണിയറിൻ്റെ ഒരു ബ്രൈറ്റ് കംപ്ലീറ്റ് എന്നിട്ടുള്ള വിറ്റാമിൻ C സിറം ആണ്. ഇതൊരു വൈറ്റ് കളറിലാട്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. നമുക്ക് രാത്രിയൊക്കെ യൂസ് ചെയ്യാം. ലൈക്ക് രാത്രി നമ്മൾ ഉറങ്ങാൻ സമയത്തൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ ഇങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല ഭയങ്കര വൈറ്റ് കാസ്റ്റ് തരുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാനിത് വല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. ഇതേപോലെ എനിക്ക് എൻ്റെ മുഖം ഒന്നിങ്ങനെ ഡള്ളായെന്ന് തോന്നിയാലും ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒലൈൻ്റെ നാച്ചുറൽ ഓറ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റൻറ്റ് വിത്ത് UV പ്രൊട്ടക്ഷൻ ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് റേഡിയൻസ് ക്രീം കേട്ടോ. ഇതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് വരുന്നുണ്ട്, നല്ലോണം വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട്. ആ വൈറ്റ് കാസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലൊരു ചടപ്പ് ഫീൽ ചെയ്യും. എനിക്കിങ്ങനെ വൈറ്റ് കാസ്റ്റ് ഇത് രണ്ടും യൂസ് ചെയ്തപ്പോൾ ഇത് രണ്ടും
യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ചടപ്പുണ്ട്. ബട്ട് രാത്രി ടൈമിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു വലിയൊരു കുഴപ്പമില്ലാത്തൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒലേൻ്റെ കേട്ടോ. പിന്നെ ഞാൻ ഈ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതാട്ടോ, ഈ നാച്ചുറൽ ഗ്ലോ ഹിമാലയൻ്റെ. ഇതൊരു അടിപൊളി സാധനമായിരുന്നു. ഇതെനിക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അത്യാവശ്യമുള്ള ഈ കുരുകളും അതുപോലെ പാർട്സും കാര്യം ഈ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഇത് മായ്ക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ വാസ്ലൈൻ്റെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അതാ പറയുന്നത്, ഇതിൽ 2-3 സാധനങ്ങളെ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അല്ലാത്തൊരു സാധനം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യില്ല. എനിക്ക് വലിയൊരു താല്പര്യമില്ല, ഞാൻ ട്രൈ ചെയ്യാൻ മേടിക്കുന്നല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യില്ല. പിന്നെ വന്നിട്ട് നമ്മുടെ കാമസീൻ്റെ അണ്ടർ ആർമർ ഓൾ കേട്ടോ. ഇതൊരു ഗെയിം ചേഞ്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനങ്ങനെ സ്വെറ്റ് ആയാൽ ഇങ്ങനെ ഭയങ്കര സ്മെല്ല് വരുന്ന ടൈപ്പ് ഓഫ് ഒരു സ്കിന്നോ അങ്ങനത്തെ ഒരു ബോഡിയല്ല എൻ്റെത്. ബട്ട് ഇവൻ ദോ എനിക്കിത് ഇഷ്ടമാണ്, ഞാനിത് ആക്കാറുണ്ട്. ഇത് ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഞാനും എൻ്റെ നാത്തൂനും ഇതിൻ്റെയൊക്കെ ഒരു ഫാനാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്, നാത്തൂർ ഭയങ്കര ട്രൈ ചെയ്തു. ആൻഡ് പിന്നെ വന്നിട്ട് ഇത് ഒരു ലിപ് ബാമാണ്, ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദ ബയോ ഫുഡ് വൈറ്റനിങ് ലിപ് ബാം കേട്ടോ. ഇത് നല്ല സാധനമാണ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴും ഈ ഇത്രയും ബോട്ടിൽ കാലിയാണ്, കാരണം ഞാൻ യൂസിങ് ഭയങ്കര കുറവാണിത്. പക്ഷേ ഇത് അടിപൊളി സാധനം. ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്ത് കിടക്കുക. ഞാൻ ഈ സിറം ലിപ് ബാം ഇട്ടിട്ടാണ് കിടക്കുക. ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും ചുണ്ടിന്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എൻ്റെ ഒരു ഹെയർ സിറം ഉണ്ട് കേട്ടോ. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യില്ല, ഇതിന് മുടി കിടക്കും, ഇതിൻ്റെ കോലൊന്നും കണ്ട് നോക്കൊന്നും തോന്നരുത് കേട്ടോ. സൺസിൽക്കിൻ്റെ ഒരു ഹെയർ സിറം. ഇത് ആക്ച്വലി ഫ്രിസ് ഫ്രീ ആക്കും എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അങ്ങനെ ഫ്രിസ് ഫ്രീ ആക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. ആ ഇടുന്ന സമയത്ത് നമ്മൾ മുടി ഒന്നിങ്ങനെ ഒതുങ്ങി നിൽക്കും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ. അതുകൊണ്ട് എനിക്കിത് വലിയൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ വന്നിട്ട് ഫൗണ്ടേഷൻ ഞാൻ ഇതേപോലെ ആദ്യം ഭയങ്കര ഫൗണ്ടേഷൻ്റെ ആളാണ് ഞാൻ. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇപ്പം എനിക്ക് അത്രയും അർജൻറ്റായിട്ടുള്ള ഒരു കല്യാണത്തിന് മാത്രമേ ഞാൻ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുള്ളൂ. ഇത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ്, കാണുന്നുണ്ടോ ഗൈസ്? യാ, ഇത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ആൻഡ് ഇത് എനിക്ക് വലിയൊരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിൻ ടോണിന് ഇത് കറക്റ്റ് മാച്ചാണ് കേട്ടോ. എനിക്ക് വലിയൊരു എമൗണ്ട് ഓഫ് ഇത് എടുക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ ഈ ഫൗണ്ടേഷനും അതുപോലെ സിറം കൂടെ 2ഉം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ഫൗണ്ടേഷനും ഇല്ല, എന്നാൽ സിറം ആയ അങ്ങനെയാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഇത് അടിപൊളിയാണ് ഗൈസ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മാക്ക്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്. യാ, പിന്നെ വന്നിട്ട് ഇത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഷെയ്ഡ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നമ്മുടെ ലിപ്പിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ അതും പ്ലസ് എൻ്റെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് കൊണ്ട് ഇട്ടിട്ടാണ് അത് സെറ്റ് ചെയ്യാറ്. പിന്നെ വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ഞാൻ ഡാസ്ലറിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ ഫിക്സ് ദ ലുക്ക് മേക്കപ്പ് ഫിക്സർ. വലിയ കുഴപ്പമില്ലാണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു മാക്സിമം ഒരു 6 hours 8 hours 6 to 8 hours ഒക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ വന്നിട്ട് നമ്മുടെ ഞാൻ സുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ 3 ലിപ് കളേഴ്സ്. ഇത് ടു ബി ഫ്രാങ്ക് ഭയങ്കര അബദ്ധമായിട്ടുള്ള സാധനമാണ്. 5 പൈസ പറ്റില്ല. ഇത് ഈ കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പശ ഇങ്ങനെ ചൂണ്ടിലിട്ട പോലെ തോന്നിട്ട് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ മൂലക്കെട്ട പോലെയാണ്. ഓക്കെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ് കേട്ടോ. ഇത് ഷുഗറിൻ്റെ ലിപ് ബാമാണ്. ഇപ്പോൾ എടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, പക്ഷേ അടിപൊളി സാധനമാണ്. നല്ലൊരു ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഒരു കളറും ഉണ്ടാവും, എന്തായാലും നല്ല മോയ്സ്ചറൈസിങ്ങുമാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ കാജൽസ് അങ്ങനത്തെ ഒന്നും യൂഷ്വലി ഞാൻ യൂസ് ചെയ്യാറില്ല. ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുക. ഇത്
എലിസബത്ത് ഹെലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ജിദ്ദയിൽ കൊടുത്തിട്ടുള്ള ഐലൈനറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതാണ്. ഞാൻ ആര് ജിദ്ദയിൽ പോയി വരികയാണെങ്കിൽ ഇത് കൊണ്ടുവരാൻ പറയലുണ്ട്. കാരണം എനിക്ക് ഇതേ പറ്റുള്ളൂ. എനിക്ക് ഡാസ്ലർ ഒന്നും വലിയൊരു ഇഷ്ടമില്ല, എനിക്ക് ഇടാനും അറിയില്ല. അപ്പോൾ എനിക്ക് ഇതാകുമ്പോൾ സുഖമാണ് ഇടാൻ, എനിക്കിഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ആരെങ്കിലും സൗദിയിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. എലിസബത്ത് ഹെലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക് കേട്ടോ. ലിപ്സ്റ്റിക് ആക്ച്വലി എൻ്റെ അടുത്ത് ഒരു 3-4 ലിപ്സ്റ്റിക് ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഇൻസൈറ്റിൻ്റെ ഈ ഒരു കളർ. ഇതൊരു കാരമൽ കളറാണ്. എനിക്ക് ആക്ച്വലി മാച്ച് ആവാത്തൊരു കളറാണ്. ഇതും പിന്നെ നമ്മുടെ ഡാസ്ലറിൻ്റെ മറ്റേ ഫേമസ് ആയിട്ടുള്ള ലിപ് ഷെയ്ഡറല്ലേ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടത് അങ്ങനെയാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇടാറ് കേട്ടോ, ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ കാലിയായ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ബ്രാൻഡൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയത്, പക്ഷേ അടിപൊളിയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. കഴിഞ്ഞു ഗൈസ്, ഈ ഒരു ബോട്ടിൽ കൂടെ വാങ്ങണം. ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണ്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് ആക്ച്വലി ഒരു റെഡ് മെറൂൺ കളറിൽ വരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഇതിനൊക്കെ എന്താണോ പേര്, മോഡായോ എന്തോ ഒരു പേര്. ഇത് സൗദിയിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല കളറാണ്, പക്ഷേ ഞാനെപ്പോഴും ഒരു ന്യൂഡ് ഷെയ്ഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടാറാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു 2 ദിവസം മുന്നേ വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഇത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, 90 സംതിങ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഗൈസ് പൊളിയാണ്. ഇത് ഭയങ്കര പൊളി സാധനമാണ്. എനിക്ക് ഇത് ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇന്നാനാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇന്നാനാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെയും കൂടെ കുറച്ചും കൂടെ ഡാർക്കർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടോണിനും ചേരും. ഇത് കുറച്ച് ഫെയർ ആയിട്ടുള്ളവർക്ക് ചേരുള്ളൂ. എനിക്കിത് അങ്ങനെ ചേരലില്ല. ഞാൻ വലിയ ഫെയർ അല്ലാത്തതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ചേരലില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണിത്. ഇത് ബ്ലഷായിട്ട് അടിപൊളിയാണ്. ഞാൻ ബ്ലഷായിട്ട് ഇട്ടിട്ടുള്ളത് ഇതാണ്. ആൻഡ് ഇത് ലിപ്സ്റ്റിക്കും അടിപൊളിയാണ്. ഞാൻ ഇടുകയാണെങ്കിൽ തന്നെ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഡാസ്ലറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യൽ കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് പ്രൈമർ ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ. പ്രൈമറിൻ്റെ കാര്യം ഞാൻ എലി 18 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഞാൻ ഏതോ ഒരു സമയത്ത് കല്യാണ സമയത്ത് വാങ്ങിയതാണ്. വലിയൊരു കുഴപ്പമില്ലാത്ത പ്രൈമറാണ്, അടിപൊളി പ്രൈമറാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഓവറായിട്ട് പറയാനൊന്നും അറിയില്ല, പക്ഷെ അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് എൻ്റെ കൺസീലർ ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യൽ. എനിക്കിത് വലിയ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല ഗൈസ്. കാരണം ഞാൻ കൺസീൽ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആവാറുണ്ട്. എനിക്കിത് വലിയ താല്പര്യമില്ല. അപ്പോൾ അതൊക്കെയാണ് ആക്ച്വലി ഫിസിക്കലി എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് വന്നിട്ട്. പിന്നെ എനിക്ക് ഈ അടുത്ത് ഡെലിവറി കഴിഞ്ഞ പാട് എനിക്ക് നല്ലോണം കഴുത്തിൽ നല്ല കറുപ്പുണ്ടായിരുന്നു. എൻ്റെ കഴുത്ത് നല്ലോണം കറുത്തിട്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇപ്പോഴും ആക്ച്വലി കറുപ്പുണ്ട്, പക്ഷെ ഭയങ്കര കറുപ്പായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്. ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡെർമഡോക്കിൻ്റെ ഈ സാധനമാണ് ഗൈസ്. ഇതിനെപ്പറ്റി ഞാൻ എന്താ പറയുക, ദിസ് ഇസ് മൈ മുത്ത് ഞാൻ പറയും. അടിപൊളിയാണ് ഇത്. വൺസ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ബോട്ടിലേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, പക്ഷെ ആ ബോട്ടിൽ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിട്ടപ്പോൾ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാനത് വെച്ച് ആ സാധനമേ വിട്ടുപോയി. അങ്ങനെയാണ് എനിക്ക് പക്ഷേ ഇപ്പം എനിക്ക് പിന്നെയും മാറ്റമുണ്ട്. കാരണം ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അടിപൊളിയായി തോന്നി. ഞാൻ അണ്ടർആമിൽ യൂസ് ചെയ്യലില്ല, പക്ഷേ ഞാൻ കഴുത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൽബോനും യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് പൗഡർ. ഞാൻ മറ്റേ മേക്കപ്പ് സെറ്റിംഗ് പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ബേബി പൗഡർ ഞാൻ വലിയ പൗഡേഴ്സും മേടിക്കില്ല. ഈ ടാക്കം പൗഡേഴ്സൊന്നും ഞാൻ വാങ്ങില്ല. ഞാൻ ബേബി പൗഡറാണ് യൂസ് ചെയ്യൽ. അത് എന്താണല്ലേ, ചെറുപ്പം തൊട്ടേ ഞാൻ ബേബി പൗഡർ യൂസ് ചെയ്ത് ശീലിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ബേബി പൗഡറേ പറ്റുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ബേബി പൗഡർ പോപ്പീസിൻ്റെ ഒരു ബേബി പൗഡർ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ചതാണ് ഗൈസ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ഫേസ് വാഷാണ്. ട്രാൻസലിക്കിൻ്റെ പിഗ്മെൻറ്റേഷൻ കറക്റ്റർ ഫേസ് വാഷാണ്. എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഞാനിത് ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല.
പക്ഷേ ഇൻഷാല്ല യൂസ് ചെയ്ത് തുടങ്ങണം. എനിക്കിങ്ങനെ റിവ്യൂ പറയാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഗൈസ്. എനിവേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതൊരു ജെൽ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വരിക എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ കൺസീൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ് കേട്ടോ. ഇതൊരു ഹുദാ ഗേളിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ആൻഡ് ഗൈസ് ഇതിൻ്റെ മിറർ ഒന്നും നോക്കരുത്. ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് എൻ്റെ കണ്ണ് ഇപ്പം ഞാൻ കൺസീൽ ചെയ്യാറുണ്ടോ. അതാണതങ്ങനെ. ഇതിൻ്റെ കോലം നോക്കരുത്. 2-3 കൊല്ലമായി സാധനം വാങ്ങിയിട്ടോ. പിന്നെ വന്നിട്ട് പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഇതാണ്. ടൊബാക്ക് അഷയോ എന്തോ സാധനം. ഇത് ആക്ച്വലി എൻ്റെ ബ്രദർ സൗദിയിൽ നിന്ന് കൊടുത്തതാണ്. അവൻ്റെ അടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അടിച്ചു മാറ്റിയതാണ് ഗൈസ്. പക്ഷേ ഇത് അടിപൊളിയാണ്. ആക്ച്വലി ബോട്ടിൽ തീർന്നിരിക്കുകയാണ്. വെറും ഷോഫ്. പക്ഷെ അടിപൊളി നല്ലൊരു സ്മെല്ലാണ് ഗൈസ്. നമ്മളിങ്ങനെ അപ്പുറത്താണെങ്കിൽ ഇങ്ങോട്ടേക്ക് സ്മെല്ല് വരും. അങ്ങനത്തെ ഒരു സ്മെല്ലുള്ള സാധനമാണ്. അടിപൊളിയാണ്. പിന്നെ പെർഫ്യൂം, രണ്ടാമത്തെ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, ഡ്രസ് ലെച്ചേഴ്സ്. ഇതും അടിപൊളി ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ സ്മെല്ല്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ. ഹോപ്പ് നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇൻഷാല്ലാ മോർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അതുവരേക്കും ടാറ്റാ.